ഹായ് ഫ്രണ്ട്സ്, വത്സല സ്വാദിഷ്ട വിഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈ കോവയ്ക്കും ഒരു കാപ്സികം എടുത്തിട്ടുണ്ട്. ഈ കോവയ്ക്കും കാപ്സികം കൂടി നമുക്ക് കുനുകുനാന്ന് അരിയണം. കണ്ടില്ലേ, ഇങ്ങനെ അരിയണം. കണ്ടില്ലേ, ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പം അതേപോലെ തന്നെ ഇതിലേക്കായിട്ട് ഈ പിന്നെ തോരന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ, കുറച്ച് പച്ചമുളക്, ഒരു ഇഞ്ചി കഷ്ണം, പിന്നെ കുറച്ച് ജീരകം, പിന്നെ വെളുത്തുള്ളി. ഇത്രയാണ് ഇതിനായിട്ട്. പിന്നെ കടുക്, ഉപ്പ് എല്ലാം വേണം. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ അരിയാൻ പോവുക. അതും കൂടി ഈ കാപ്സികവും ഇതും കൂടി ഞാൻ അരിഞ്ഞെടുക്കാൻ പോവുക. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ തേങ്ങ ചിരകി ഈ പിന്നെ പച്ചമുളക്, ഇഞ്ചി, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ കോവയ്ക്കയും ആ കാപ്സികം ഉണ്ടായിരുന്നില്ലേ, ആ കാപ്സികവും എല്ലാം കൂടിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ തേങ്ങ, പിന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ ജീരകം, വെളുത്തുള്ളി, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരണം. അരയരുത് കേട്ടോ, ഒന്ന് ചതച്ചെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ ഇതൊക്കെ ചതച്ചെടുത്തിട്ട് ഒറ്റ കറക്കിയാൽ മതി, അധികം അരയരുത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ആവാൻ പാടുള്ളൂ. ഇതൊക്കെ ചതച്ചെടുത്തോണ്ട് വന്നു. പിന്നെ അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഈ കടുക് വറുക്കണ കൂട്ടത്തിൽ ഇടാനുള്ളതാണ്. പിന്നെ കടുക് ഇത്രയൊന്നും എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കിനി പിന്നെ ഞാനൊരു സ്റ്റൗ അടുപ്പത്ത് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കാൻ പോവുകയാണേ. ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. അധികം എണ്ണ കോവയ്ക്കയ്ക്ക് പറ്റില്ല. ഇത് മതി. അപ്പം എണ്ണ ഒഴിച്ചു. ഞാൻ അതിലേക്ക് കടുകിടാൻ പോവുകയാണ്. കടുകിട്ടു. കടുകൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് മുളകിൻ്റെ ഇട്ടാൽ മതി. ഇത് രസമല്ലേ ഇത് കൂട്ടുന്നത് കാണാൻ. അപ്പോൾ അത് മൂത്ത് വന്നു. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം കേട്ടോ. അത് കരിയാൻ സമ്മതിക്കരുത്. അതിൻ്റെ കൂടെ നമുക്കിനി അത് മൂത്ത് വന്നു. ഇതാ പിന്നെ നമ്മൾ കോവയ്ക്ക അരിഞ്ഞത് ഇടാൻ പോവാണ്. അപ്പോൾ കോവയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇളക്കി കൊടുക്കാം നമുക്ക്. നമ്മൾ സാധാ പിന്നെ മുറിച്ച് മെഴുക്കറ്റി വെക്കുന്നതിനും ടേസ്റ്റ്, ഇത് ഭയങ്കര ടേസ്റ്റാണത് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി, ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ. നമുക്കതിൽ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് മതി. ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് ഇതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്കുണ്ടല്ലോ സ്റ്റൗ ഒന്ന് സ്ലോ ചെയ്തിട്ട് പിന്നെ അത് അടച്ചു വയ്ക്കാം. നമുക്ക് അടച്ചു വെച്ച് അവിടെ ഒന്ന് വേവട്ടെ. ഇതിന് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. അവിടെ ഇത് തന്നെത്താൻ വെന്തോളൂ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരവ് ചേർത്തിയാൽ മതി. ഇപ്പോൾ വേവട്ടെ, ഒരു 5 മിനിറ്റ് വേവട്ടെ. തീ കുറച്ചിടണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എന്തായി എന്നറിയാമല്ലോ. വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ.
അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാത്തതല്ലേ, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, വെള്ളം തുള്ളി പോലും വെള്ളം ഒഴിക്കാഞ്ഞിട്ടും കണ്ടില്ലേ, നോക്ക് വെള്ളത്തിൻ്റെ അംശമുണ്ട് ഇതിൽ. അതായത് കോവയ്ക്ക് തന്നെ ഒരുപാട് വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ഇറങ്ങിക്കോളും വെള്ളം, ഉണ്ടല്ലേ. ശാലം കൂടി വേവാണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അടച്ച് വയ്ക്കാം നമുക്കൊന്നും കൂടെ. തുറന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ, വെന്തിട്ടുണ്ട്. ഇനി ഈ ഇതിൽ നിന്ന് ഒരു പിന്നെ വെള്ളം ഉണ്ടല്ലോ, വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു നനവുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വലിയിട്ടെടുക്കാം നമുക്ക്. അങ്ങനെ ഒന്ന് ഇറക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അവിടെ കിടന്നതൊന്ന് വലിയട്ടെ. കുറച്ചേരം കിടന്നിട്ടേ അതൊന്ന് വലിയട്ടെ കേട്ടോ. അടച്ച് വെക്കണ്ട. ഇനി വെള്ളം പോണവരെന്ന് അത് വലിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അടച്ച് വെക്കേണ്ടത് ഇത് ഞാൻ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അത് അടച്ച് വെച്ചിട്ടില്ലായിരുന്നു, തുറന്ന് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പിന്നെ കോവയ്ക്കയിലുള്ള വെള്ളം മൊത്തം വാർന്ന് കണ്ടോ. ഇതിപ്പോൾ കോവയ്ക്കാന്ന് പറയാനേ നമുക്ക് പറ്റില്ല, കണ്ടില്ലേ. ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ ചതച്ചത് ഇതിൽ കൂട്ടിയിട്ട് പിന്നെ ഇളക്കി ഒന്നും കൂടി അടച്ച് വെക്കണം. അപ്പോൾ നമുക്കിതിൽ തേങ്ങയൊക്കെ അരച്ചത് ഇടാം. അപ്പം ഞാൻ ഇതിൽ കരിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്കതിലേക്ക് പതുക്കെ ഇടാം. ഇനി ഇത് ഇളക്കട്ടെ. ഇതൊക്കെ ഇളക്കി കഴിഞ്ഞ് ഇത് കൂട്ടി ഇവിടെ വെച്ച് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം കുറച്ച് നേരം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. കണ്ടോ, കോവയ്ക്കാന്ന് അറിയുന്നേ ഇല്ല അത്രയ്ക്കും. പിന്നെ നമ്മളതിൽ ഇതിലിട്ട് ഇളക്കി അതിൻ്റെ നീര് മൊത്തം വറ്റിച്ച് നമ്മൾ കണ്ടോ ഉണ്ണിത്തണ്ട് കൂട്ടാൻ വെച്ച പോലെ ഉപ്പേരി വെച്ച പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇനി ഉണ്ടല്ലോ ഇത് നമുക്കൊന്ന് ആവി ഒന്ന് കയറുന്നവരൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരവൊക്കെ ചേർത്തി ഒന്ന് ചൂടാവാൻ വെച്ചതായിരുന്നു, ആവി കയറാൻ വെച്ചതായിരുന്നു. കണ്ടില്ലേ, നോക്ക് എന്തുപോലെ സൂപ്പറായിട്ടുണ്ട്. നോക്ക്, കണ്ടില്ലേ. ഈ കാണുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും കേട്ടോ. ഇതിപ്പോൾ കോവയ്ക്ക നമുക്ക് അറിയാനേ പറ്റത്തില്ല എന്നുള്ളതാണ്. നോക്ക്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് കോവയ്ക്കാന്ന്? ഇല്ല. അതാണ് ഇതിൻ്റെ രഹസ്യം. അപ്പോൾ എല്ലാം റെഡിയായി കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് ടേസ്റ്റ് നോക്കാം, ഉപ്പുണ്ടോ ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകമാണ് കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ എത്ര വേഗം കൊണ്ട് അത് റെഡിയാക്കാൻ പറ്റിയതെന്നറിയോ. ഇത് നമുക്കുണ്ടല്ലോ ഊണ് കഴിക്കുമ്പോൾ വേറെ കറികളില്ലെങ്കിലും ഇത് മതി ഊണ് കഴിക്കുക. അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം. നമ്മൾ മെഴുക്കുവരട്ടി അവിയലിലൊക്കെ ഇടും, അല്ലെങ്കിൽ ഇതുകൊണ്ട് വേറെ കറിയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും നിങ്ങൾ. നമുക്ക് ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റിയാണ്, എല്ലാം നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എഴുതാം കേട്ടോ. അതേപോലെ തന്നെ ആ ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഓക്കെ താങ്ക് യു വാച്ചിങ്.